ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള തേർഡ് മൊഡ്യൂൾ ആയിട്ടുള്ള കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ആണ്. ഓക്കെ, അപ്പോൾ കോറിലേഷൻ എന്താണ്, റിഗ്രഷൻ എന്താണ്, അതിനെ വെച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ കുറേ ഒരു സാധനം മറ്റൊരു സാധനത്തിന് റിലേറ്റ് ചെയ്തിരിക്കുന്നു, അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അതാണ് ഫസ്റ്റ് കുറച്ച് നമുക്ക് റിയൽ ലൈഫിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ, കുറച്ച് എക്സാമ്പിൾസ് വെച്ച് നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. That is, we notice that there may exist some relation between height and weights of a group of students. അല്ലേ, നമ്മൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് എടുത്താൽ അതിൽ അവരുടെ ഹൈറ്റും വെയ്റ്റ്സും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ദ yields ഓഫ് ക്രോപ്പ് ഈസ് ഫൗണ്ട് ടു വേരി വിത്ത് ദ എമൗണ്ട് ഓഫ് റെയിൻഫാൾ ഓവർ എ പെർട്ടിക്കുലർ പീരിയഡ്. ഒരു പെർട്ടിക്കുലർ പീരിയഡിലുള്ള ക്രോപ്പിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യുക, വെള്ളം കിട്ടുന്ന റെയിൻഫോൾ അനുസരിച്ച് മാറാം അല്ലേ. Then next, the price of some commodities may depends upon the demands in the market. നമ്മൾ ചില സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചില സാധനങ്ങളുടെ ഡിമാൻഡിനനുസരിച്ചായിരിക്കും അതിൻ്റെ പ്രൈസ് എന്ത് ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം മറ്റൊരു സാധനത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഫംഗ്ഷൻസ് പറയാറുണ്ട് അല്ലേ, എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വൈനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എഴുതുക അല്ലേ. അതായത് എക്സിനനുസരിച്ച് വൈ മാറണം അല്ലേ. അതായത് നമുക്ക് ഈ എഫ് ഓഫ് എക്സിൽ എക്സിന് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വൈ ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടും. അതുപോലെ ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഹൈറ്റ് വെയിറ്റിനനുസരിച്ച് മാറുന്നു. അതുപോലെ റെയിൻഫോൾ എന്താണ് ആ ക്രോപ്പിന്, അതായത് ആ ഇതിൻ്റെ വിത്ത് കിട്ടുന്നതിന് എമൗണ്ടിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, റെയിൻഫോളിനനുസരിച്ച് മാറുന്നു. അതുപോലെ തന്നെ ഡിമാൻഡിനനുസരിച്ച് എന്താണ് ഒരു കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് മാർക്കറ്റിൽ മാറുന്നു. ഇത് രണ്ടും എന്താ ഡിപ്പെൻഡ് ആണ്. അതായത് ഒന്നിനനുസരിച്ച് മറ്റത് മാറുന്നു. ഇങ്ങനെയുള്ള റിലേഷൻസിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, it is frequently desirable to express this relationship in mathematical form by formulating an equation connecting to the variables and to determine to the degree and nature of the relationship between the variables. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ഉള്ള പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യുക, മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് മാറ്റിയിട്ട് അതിനെ ഫോർമുലയിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ സോൾവ് ചെയ്യുക. അത് തമ്മിലുള്ള റിലേഷൻ നമ്മൾ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്നതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതാണ് കോറിലേഷൻ റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ റിലേഷൻസിനെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു കുറേ മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്കിവിടെ മെയിനായിട്ട് നമ്മൾ 3 മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 3 such methods are curve fitting, correlation and regression. First one എന്താണ്, curve fitting. Okay, second one correlation and third one is regression. Okay, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് curve fitting ആണ്. സോ നമുക്കറിയാം ഒരു കേവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അല്ലെ. ഞാൻ പറഞ്ഞു നേരത്തെ എക്സിനനുസരിച്ച് വൈ വേരി ചെയ്യുന്നു, നമ്മൾ എന്തിലേക്ക് മാറ്റാൻ പറ്റും, ഗ്രാഫിലേക്ക് മാറ്റാൻ നമുക്ക് ഓരോ എക്സിന് റെസ്പോണ്ടിങ് ആയിട്ടും വൈ പോയിന്റ് ആയിരിക്കും. അങ്ങനെ എല്ലാ വൈയുടെ പോയിന്റ്സ് നമുക്ക് ജോയിൻ ചെയ്ത് നമുക്കൊരു കേവ് ആക്കി നമുക്ക് വരക്കാൻ പറ്റും. അതായത് എക്സിനനുസരിച്ച് വൈ നമുക്ക് വേരി ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. That is, let y equal to f of x, where x be an independent variable and y is depending on x. എന്താ പറയുന്നത്, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് നമ്മളുടെ ഫംഗ്ഷൻ എന്ന് വെച്ചുള്ളത്. എക്സ് എന്താണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. പക്ഷെ എക്സ് എന്ത് ചെയ്യുന്നുണ്ട്, y എന്താ ചെയ്യുന്നുണ്ട്, എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് y is depending on x. Okay, if f of x is known function, then we can find the bivariate data x1 y1 x2 y2 etc xn yn. അതായത് എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ നമുക്ക് അറിയാവുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ സപ്പോസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x ആണ്. അപ്പോൾ ഓരോ എക്സിന് നമ്മൾ 1 2 3 വാല്യൂ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ഓരോ വാല്യൂസ് ഇങ്ങനെ കിട്ടും അല്ലെ. അതായത് എക്സിന് നമ്മൾ എടുക്കുന്ന വാല്യൂസിനനുസരിച്ച് വൈ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എക്സ് ഇസ് ഈക്വൽ ടു x1 ആകുമ്പോൾ നമുക്ക് വൈ ഈക്വൽ ടു y1 വരും, എക്സ് ഇസ് ഈക്വൽ ടു x2 ആകുമ്പോൾ നമുക്ക് വൈ ഈക്വൽ ടു y2 വരും, എക്സെട്ര എക്സ് ഇസ് ഈക്വൽ ടു xn ആകുമ്പോൾ നമുക്ക് വൈ ഈക്വൽ ടു yn നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നമ്മൾ എന്ത് ചെയ്യും, ഓർഡേഡ് പെയർ ആക്കി നമുക്ക് അതിനെ എഴുതാൻ പറ്റും. അങ്ങനെ x1 y1 x2 y2 എക്സെട്ര xn yn. അതായത് x1 കിട്ടിയാൽ y1 കിട്ടും, x2 കിട്ടിയാൽ y2 കിട്ടും, എക്സെട്ര നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദിസ് പെയർസ് ഓഫ് വാല്യൂസ് ഓഫ് x ആൻഡ് y gives us n points on the curve y equal to f of x അല്ലെ. നമ്മൾ പറഞ്ഞു y equal to f of x എന്ന ഇക്വേഷനിൽ എക്സിന് നമ്മൾ x1 x2 എക്സെട്ര xn വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് y1 y2 എക്സെട്ര yn കിട്ടി. അതായത് ഇതെന്താണ്, y equal to f of x എന്ന കേർവിലുള്ള n പോയിന്റ്സുകളാണ് നമുക്ക് കിട്ടുക. x1 y1 x2 y2 എക്സെട്ര xn yn എന്ന് പറഞ്ഞാൽ അല്ലെ. ഇതാണ് the pairs of values of x and y gives us n points on the curve y equal to f of x. Then next നമ്മൾ എന്ത് ചെയ്യുക, കോൺവേഴ്സ്ലി നമ്മൾ ആലോചിക്കുക. നമ്മളിപ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് തന്നപ്പോൾ നമ്മൾ എക്സിനനുസരിച്ചുള്ള ഓരോ y വാല്യൂസും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, വൈനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് കറസ്പോണ്ടിങ് എക്സ് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ആ വാല്യൂസ് കണ്ടുപിടിക്കുന്ന എക്സ് വാല്യൂസ് എന്ത് ചെയ്യാൻ, സം എറേഴ്സ് ഒക്കെ വരാൻ പറ്റും. എറേഴ്സ് ഒക്കെ അതിൽ വരാൻ ചാൻസ് ഉണ്ട്. അതാണ് നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുക, കൺസിഡർ ദി കോൺവേഴ്സ് പ്രോബ്ലം. കോൺവേഴ്സ് പ്രോബ്ലം എന്താണ്, നമുക്ക് y വാല്യൂസ് തന്നിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുക, എക്സ് വാല്യൂസ് കണ്ടുപിടിക്കുക.
That is, we are given n values of x1, x2, etc., xn of an independent variable x and corresponding values y1, y2, etc., yn of variable y depending on x. Then the pairs x1, y1, x2, y2, etc., xn, yn gives us n points in the xy plane. അല്ലെ, നമുക്ക് എന്ത് കിട്ടും? എക്സിനനുസരിച്ച് y1 കിട്ടും. പക്ഷെ നമുക്ക് വൈകളുടെ ആ ഗ്രാഫിൽ നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കുക? x1, y1, x2, y2 എന്ന പോയിന്റ്സ് കണ്ടുപിടിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട്. ദാറ്റ് ഈസ് ജനറലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഫൈൻഡ് ആക്ച്വൽ കർവ് y ഈക്വൽ ടു f of x ദാറ്റ് പാസസ് ത്രൂ ദീസ് പോയിന്റ്സ്. അതായത് നമുക്ക് ആ ഗ്രാഫ് y ഈക്വൽ ടു f of x എന്ന ഗ്രാഫ് തന്നിട്ട് അതിൽ x1 കിട്ടിയാൽ അതിന് കറസ്പോണ്ടിങ് y1 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ x1, y1, x2, y2, എക്സെട്ര xn, yn ആയിട്ടുള്ള n പോയിന്റ്സ് നമുക്ക് തന്നിട്ട് നമ്മോണ്ട് ഈ y ഈക്വൽ ടു f of x എന്ന് പറഞ്ഞ ഗ്രാഫ് വരക്കാൻ പറഞ്ഞാൽ എന്താണ്? നമുക്ക് സ്ട്രേറ്റ് ലൈൻ ഒരു പോയിന്റ് x1, y1 എന്ന പോയിന്റ് x2, y2 എന്ന പോയിന്റിലേക്ക് നമ്മൾ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. പക്ഷെ അതിന്റെ ഇടയിൽ കുറെ പോയിന്റ്സ് ആ സ്ട്രേറ്റ് ലൈൻ അല്ലാത്ത പോയിന്റ്സ് ആണ് വരിക. അതെന്താണ്? അപ്പൊ ഗ്രാഫ് നമ്മൾ വരക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് x1, y1 എന്ന പോയിന്റ് നമുക്ക് കറക്റ്റ് കിട്ടും. പക്ഷെ x1, y1, x2, y2, എക്സെട്ര പോയിന്റ്സുകൾ തന്നിട്ട് നമുക്ക് ഗ്രാഫ് കണ്ടുപിടിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ട്. അതായത് കുറച്ച് എറേഴ്സ് നമുക്ക് ആ ഗ്രാഫിൽ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് 1ഉം 2ഉം എടുത്ത് പോയിന്റ് 2 ജോയിൻ ചെയ്യുന്നു. അതിൽ 1, 2 എന്ന പോയിന്റ് ഇടയ്ക്ക് വരുന്ന പോയിന്റ് ആണ് ഇത് 0.5 ആണ് അല്ലെ. ആ 0.5 നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ 1ൽ നിന്ന് 0.5 പോയി 0.5 പോകുന്നു, 1ൽ നേരെ 2 പോകുന്നത് എന്താണ്? വ്യത്യാസമുണ്ട് അല്ലെ. കുറച്ച് ഗ്രാഫിൽ ചെറിയ വ്യത്യാസം വരും. അതാണ് ജനറലി നമുക്ക് x1, y1, x2, y2, എക്സെട്ര xn, yn എന്ന പോയിന്റ്സ് തന്നിട്ട് ഗ്രാഫ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അത് ജനറലി എന്താണ്? പോസിബിൾ അല്ല. കുറച്ച് എറേഴ്സ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഫൈൻഡ് ആക്ച്വൽ കർവ് y ഈക്വൽ ടു f of x ദാറ്റ് പാസസ് ത്രൂ ദീസ് പോയിന്റ്സ്. Okay, now we try to find a curve that serve as best approximation to the curve y equal to f of x, such a curve is referred to as the curve of best fit. നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് അറിയാം കറക്റ്റ് ആ കേർവ് ആയിട്ട് നമുക്ക് കിട്ടൂല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്? ബെസ്റ്റ് ഫിറ്റ്, അതായത് ആ കേർവിലേക്ക് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കേർവ് നമ്മൾ കണ്ടുപിടിക്കുക. അത് അപ്രോക്സിമേറ്റ്ലി ടു ദ കേർവ് y ഈക്വൽ ടു f of x ആയിട്ടുള്ള ഒരു കേർവ് നമ്മൾ കണ്ടുപിടിക്കുക. ആ കേർവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ദ കേർവ് ഓഫ് ബെസ്റ്റ് ഫിറ്റ്. Okay, the process of determining a curve of the best fit is called curve fitting. ഇപ്പൊ curve of best fit കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? curve fitting എന്ന് പറഞ്ഞാൽ. Okay, the method generally employed for the curve fitting is known as the method of least square. ഇപ്പൊ curve fitting എന്ത് ഫോളോ ചെയ്തിട്ടാണ് ചെയ്യുന്നത്? മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ആണ് ഇമ്പോർട്ടന്റ് ആണ് ഈ ടേം. അപ്പൊ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് AM ലെജൻഡറും ആൻഡ് CF ഗോസ് ആണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ദിസ് ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദി അൺനോൺ കോഎഫിഷ്യന്റ് ഇൻ എ കർവ് ദാറ്റ് സെർവ് ആസ് ദി ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ദി കർവ് y ഈക്വൽ ടു f of x. അപ്പോൾ y ഈക്വൽ ടു f of x എന്ന കർവിന്റെ ബെസ്റ്റ് ഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കും. അതിൽ ചില അൺനോൺസ് വരും. ആ അൺനോൺസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? AM ലെജൻഡറും CF ഗോസും ആണ്, രണ്ട് മാത്തമാറ്റീഷ്യൻസ് ആണ്. ഓക്കെ, ദെൻ ഈ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയറിന്റെ പ്രിൻസിപ്പിൾ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. പ്രിൻസിപ്പിൾ ഒരിക്കലും മാറൂല, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട സാധനമാണ്. പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ: the sum of the squares of the errors between the observed value and the corresponding estimated value should be the least. എന്താണ്? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദി എറേഴ്സ് ബിറ്റ്വീൻ ദി ഒബ്സർവ്ഡ് വാല്യൂ ആൻഡ് കറസ്പോണ്ടിങ് എസ്റ്റിമേറ്റഡ് വാല്യൂ. അപ്പൊ എന്ത് ചെയ്യുക? നമ്മൾ ഒബ്സർവ്ഡ് വാല്യൂ കണ്ടുപിടിക്കണം. ഒബ്സർവ്ഡ് വാല്യൂ ആയിരിക്കും, എസ്റ്റിമേറ്റഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് തമ്മിലുള്ള മൈനസ് ചെയ്താലാണ് നമുക്ക് എറർ കിട്ടുക അല്ലെ. എസ്റ്റിമേറ്റഡ് വാല്യൂ എന്ത് ചെയ്യും? ഒബ്സർവ്ഡ് വാല്യൂ മൈനസ് നമുക്ക് എറർ കിട്ടും. ആ എററിന്റെ സ്ക്വയർ എന്തായിരിക്കണം? ഷുഡ് ബി ലീസ്റ്റ്. അതെന്തായിരിക്കണം? മിനിമം നമ്മൾ മിനിമൈസ് ചെയ്യണം. അതായത് 0ലേക്ക് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യണം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ. ഇമ്പോർട്ടന്റ് ആണ്. ദി സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി എറേഴ്സ് ബിറ്റ്വീൻ ദി ഒബ്സർവ്ഡ് വാല്യൂസ് ആൻഡ് ദി കറസ്പോണ്ടിങ് വാല്യൂസ് ഷുഡ് ബി ദ ലീസ്റ്റ്. ഓക്കെ, ദെൻ ആ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്താണ് പറയുന്നത്? നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് എങ്ങനെയാണ് നമ്മൾക്ക് അതിൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യണമെന്നാണ് നെക്സ്റ്റ് നോക്കുന്നത്. സപ്പോസ് ഇറ്റ് ഈസ് ഡിസൈർഡ് ടു ഫിറ്റ് എ കേർത്ത് ഡിഗ്രി കർവ് ഈസ് ഗിവൺ ബൈ. കേർത്ത് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി ആണ് എന്താണ്? എക്സ് സ്ക്വയർ വരെ ഉണ്ടാവും. തേർഡ് ഡിഗ്രി ആണ് എക്സ് ക്യൂബ് ഉണ്ടായിരിക്കും. അങ്ങനെ കേർത്ത് ഡിഗ്രി നമ്മൾ എക്സ് റേസ് ടു കെ പറഞ്ഞ ടേംസ് വരെ ഉണ്ടായിരിക്കും. അതായത് y ഈക്വൽ ടു a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് എക്സെട്ര ak എക്സ് റേസ് ടു കെ ആണ് എന്ത്? കേർത്ത് ഡിഗ്രി ഇക്വേഷൻ എന്ന് വിളിക്കാൻ നമ്മൾ ഇക്വേഷൻ 1 കൊടുത്തു. To the given pairs of observation x1, y1, x2, y2, etc., xn, yn, the curve has k plus 1 unknowns. അല്ലെ, നമ്മൾ x1, y1, x2, y2, എക്സെട്ര xn, yn എടുക്കുകയാണെങ്കിൽ n അൺനോൺസ് ഉണ്ടെന്ന് എടുത്തു. അപ്പൊ നമ്മൾ k ഇക്വേഷൻസ് ആണ് ഉള്ളത് എങ്കിൽ a0, a1,
A2 എക്സെട്ര AK വരെയുണ്ട്. അത് A0 മുതൽ AK വരെയാണ്. അപ്പൊ അത്ര അൺനോൺസ് ഉണ്ടായിരിക്കും. AK A1 മുതൽ AK വരെയാണെങ്കിൽ AK ഉണ്ടായിരിക്കും. പക്ഷെ അതിന്റെ കൂടെ ഒരു A0 കൂടി കൂടും. അപ്പൊ K+1 അൺനോൺസ് ഉണ്ട്. അതായത് A0, A1, A2 എക്സെട്ര AK ആണ് നമ്മളുടെ അൺനോൺസ് എന്ന് പറഞ്ഞാൽ അൺനോൺ കോൺസ്റ്റൻസ് ആണ്. ആൻഡ് ഹെൻസ് ഇഫ് n ഈക്വൽ ടു K+1, n നമ്മളുടെ K+1 ആണ് എങ്കിൽ വി ഗെറ്റ് K+1 ഇക്വേഷൻസ് ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദി വാല്യൂസ് xi yi ഇൻ ഇക്വേഷൻ നമ്പർ 1. നമ്മൾ ഈ എക്സിന് ആദ്യം xi കൊടുക്കും, x1 കൊടുക്കുക, x2 കൊടുക്കുക എക്സെട്ര xn വരെ വാല്യൂസ് കൊടുക്കുമ്പോൾ K+1 ഇക്വേഷൻസ് നമുക്ക് കിട്ടും. കാരണം നമ്മൾ n ഈക്വൽ ടു K+1 എടുത്തതുകൊണ്ട്. ദിസ് ഗീവ്സ് യുണീക് സൊല്യൂഷൻ ടു ദി വാല്യൂസ് A0, A1, A2 എക്സെട്ര n. അപ്പൊ നമുക്ക് കുറെ K+1 ഇക്വേഷൻസ് നമുക്ക് കിട്ടിയത് ഈ A0, A1 എക്സെട്ര AK വരെ ആ കോൺസെപ്റ്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന K+1 ഇക്വേഷൻ നമുക്ക് കിട്ടിയത്. എന്ത് ചെയ്യുക, ആ K+1 ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്തെടുത്തിട്ട് A0, A1, A2 എക്സെട്ര n നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ. However, if n greater than K+1, n എന്ത് ചെയ്യുക, K+1 കൂടുക, നോ യുണീക് സൊല്യൂഷൻ ഈസ് പോസിബിൾ ആൻഡ് വി യൂസ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. അപ്പൊ n എന്ത് ചെയ്യുക, K+1 കൂടുമ്പോൾ യുണീക് സൊല്യൂഷൻ പോസിബിൾ ആയിരിക്കില്ല. ഒരു A0, A1 എക്സെട്ര എല്ലാം യുണീക്ക് ആയിരിക്കും വരണം. പക്ഷെ അത് n ഗ്രേറ്റർ ദാൻ K+1 അത് യുണീക്ക് ആയിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ഇവിടെ യൂസ് ചെയ്യണം. മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയറിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, ഒബ്സർവ്ഡ് വാല്യൂ എസ്റ്റിമേറ്റഡ് വാല്യൂസിന്റെ എറർ എന്തായിരിക്കണം, എററിന്റെ സ്ക്വയർ നമ്മൾ ലീസ്റ്റ് ആക്കി കൊണ്ടുവരാണ് വേണ്ടത്. അപ്പൊ എസ്റ്റിമേറ്റഡ് വാല്യൂ നമ്മൾ എന്താക്കി എടുക്കുക, A0 പ്ലസ് A1 xi പ്ലസ് A2 xi സ്ക്വയർ പ്ലസ് എക്സെട്ര xi റേസ് ടു k നമ്മൾ എസ്റ്റിമേറ്റഡ് വാല്യൂ എടുത്തു. Be the estimated value of y when x takes the values xi. Okay, but the corresponding observed value of y is yi ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തു. Then error എന്താ വരിക, ei ഈക്വൽ ടു yi മൈനസ് y വരും. Then y ക്ക് വാല്യൂ നമ്മൾ എന്ത് കൊടുക്കുക, ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. Then we get yi മൈനസ് A0 മൈനസ് A1 xi മൈനസ് A2 xi സ്ക്വയർ മൈനസ് എക്സെട്ര മൈനസ് AK xi റേസ് ടു k വരും. ഇവിടെ എല്ലായിടത്തും അങ്ങനെ മൈനസ് ആയിട്ട് വരുന്നു. ഈ മൈനസ് എന്താണ്, കോമൺ ആണ്. y എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. അത് നമ്മൾ എന്ത് ചെയ്യാം, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ -1 എല്ലാത്തിനെയും കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ദെൻ yi മൈനസ് A0 മൈനസ് A1 xi മൈനസ് A2 xi സ്ക്വയർ മൈനസ് എക്സെട്ര AK xi റേസ് ടു k വരും. To make the sum of squares minimum, we have to minimize. അല്ലെ, സം ഓഫ് സ്ക്വയർസ് മിനിമം വരുത്താണ് വേണ്ടത്. എന്ത്, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ചെയ്യേണ്ടത്. അപ്പം എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ നമ്മൾ മിനിമൈസ് ചെയ്യണം. ദാറ്റ് ഈസ് എസ് ഈക്വൽ എന്തെടുക്കുക, എറേഴ്സിന്റെ എല്ലാത്തിന്റെയും സം എടുക്കുക. ഐന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എറർ ആണ് ഇത് വരും. അങ്ങനെ എല്ലാ എത്ര എറേഴ്സിന്റെ ആയിരിക്കും, n വാല്യൂസ് ഉണ്ട്. ദാറ്റ് ഈസ് സമ്മേഷൻ i ഈക്വൽ ടു 1 to n ei സ്ക്വയർ എന്തായിരിക്കണം, മിനിമൈസ് ചെയ്യണം. That is summation I equal to 1 to n ei square എന്ത് വരും, summation I equal to 1 to n yi minus A0 minus A1 xi minus A2 xi square minus etc. AK xi raised to k all square അതിന് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കാം. ബൈ ഡിഫറൻഷ്യൽ കാൽക്കുലസ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും എസ് മിനിമം ആകണമെങ്കിൽ ഇറ്റ് മിനിമൈസ് ദ വാല്യൂ വെൻ എന്ത് ചെയ്യുക, അവന് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു A0 നമ്മൾ പാർഷ്യൽ ഡെറിവേഷൻ എടുക്കുക, വിത്ത് റെസ്പെക്ട് ടു A1 നമ്മൾ പാർഷ്യൽ ഡെറിവേഷൻ എടുക്കുക, വിത്ത് റെസ്പെക്ട് ടു AK നമ്മൾ പാർഷ്യൽ ഡെറിവേഷൻ എടുക്കുമ്പോൾ എന്ത് വരണം, 0 വരണം. പാർഷ്യൽ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. ദെൻ ഒരു ഇക്വേഷനിൽ എന്ത് ചെയ്യാം, എക്സും വൈയും സെറ്റും വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആ ഇക്വേഷൻ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, വിത്ത് റെസ്പെക്ട് ടു സെറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോന്നനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തിനും പാർഷ്യൽ ഡിഫറൻഷ്യൽ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ A0 ഉണ്ട്, A1 ഉണ്ട്, എക്സെട്ര AK ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, എസ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു A0 ചെയ്യുന്നു. അതായത് ഡോ എസ് ബൈ ഡോ A0 എന്തായിരിക്കണം, ഡോ എസ് ബൈ ഡോ A0 എന്തായിരിക്കണം, 0 വരണം. ഡോ എസ് ബൈ ഡോ A1 എന്തായിരിക്കണം, 0 വരണം, എക്സെട്ര. ഡോ എസ് ബൈ ഡോ AK എന്തായിരിക്കും വരണം, 0 വരണം. വിച്ച് ഗീവ്സ് K+1 ഇക്വേഷൻസ് നമുക്ക് ഉണ്ടായിരിക്കും കോൾഡ് നോർമൽ ഇക്വേഷൻ. ഇത് നമുക്ക് K+1 ഇക്വേഷൻസ് കിട്ടും. ആ K+1 ഇക്വേഷൻ നമ്മൾ എന്ത് വിളിക്കുക, നോർമൽ ഇക്വേഷൻ എന്ന് വിളിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് നോർമൽ ഇക്വേഷൻ. Solving this equation, normal equation solve ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, we get the best values of A0, A1, etc. AK. Substituting these values in equation number 1, then we get the curve of best fit. നമ്മൾ A0 A1 etc. AN നമ്മൾ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, y equal to A0 plus A1 x plus A2 x square plus etc. AK x raised to k നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, the curve of best fit കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ പറയുന്നത്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കേർവ് ഉണ്ടായിരിക്കും അല്ലെ, നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടായിരിക്കും, അതുപോലെ പാരാബോൾ ഉണ്ട്, എലിപ്സോഡ് ഉണ്ട്, സർക്കിൾ ഉണ്ട്, ഇങ്ങനത്തെ കുറെ കേർവ്സ് ഉണ്ട്. അതിന് ഓരോന്നിനും എങ്ങനെ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ നമുക്ക് യൂസ് ചെയ്യാന്നാണ് നെക്സ്റ്റ് നോക്കേണ്ടത്. ഫസ്റ്റ് വൺ ആണ് എന്ത്, ഫിറ്റിംഗ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ ദാറ്റ്സ് ഈക്വൽ ടു y ഈക്വൽ ടു a plus bx.
ഓക്കെ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ് എന്ത്, y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫിറ്റിംഗ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ, അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ബെസ്റ്റ് ഫിറ്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ നമ്മൾ യൂസ് ചെയ്യണം. മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്താ പറയുന്നത്, ഇത് ഒബ്സേർവ്ഡ് വാല്യൂയും അതുപോലെ തന്നെ ഇത് എറർ ബിറ്റ്വീൻ ഒബ്സേർവ്ഡ് വാല്യൂയും അതുപോലെ തന്നെ എസ്റ്റിമേറ്റഡ് വാല്യൂയും തമ്മിലുള്ള എററിന്റെ സ്ക്വയർ എന്തായിരിക്കണം, മിനിമം വരണം. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ നമ്മൾ പറഞ്ഞു, അവിടെ എന്തൊക്കെ ചെയ്ത് അതേ സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് ആണ് നമുക്ക് ഇവിടുത്തെ ഇക്വേഷൻ ആണ്. നമ്മൾ നേരത്തെ ജനറൽ ആയിട്ട് എന്താ പറഞ്ഞത്, y ഈക്വൽ ടു എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എ കെ എക്സ് റേസ് ടു കെ. അപ്പോൾ y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ ആണ് അല്ലെ. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമൽ ഇക്വേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാണ് നമ്മളുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇവിടെ അത് ഡിറൈവ് ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മൾക്ക് ആവശ്യമില്ല. ഇവിടുത്തെ നോർമൽ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾ നോക്കി വെക്കണം. ഓക്കെ, വി വാണ്ട് ടു ഫിറ്റ് ദ സ്ട്രെയിറ്റ് ലൈൻ y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് അല്ലെ. y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ബെസ്റ്റ് ഫിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ എയും ബിയും കണ്ടുപിടിക്കണം. ആ എയും ബിയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ യൂസ് ചെയ്തത്. അപ്പോൾ നോക്കുക, വേർ എ ആൻഡ് ബി ആർ ദി പാരാമീറ്റേഴ്സ് ടു ബി എസ്റ്റിമേറ്റഡ്, ദ കറസ്പോണ്ടിങ് നോർമൽ ഇക്വേഷൻസ് ആർ സമ്മേഷൻ വൈ ഐ ഈക്വൽ ടു എൻ ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ. സമ്മേഷൻ എക്സ് ഐ വൈ ഐ ഈക്വൽ ടു എ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ. നമ്മൾ നേരത്തെ പറഞ്ഞു കെ ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ അതിന് കെ പ്ലസ് വൺ നോർമൽ ഇക്വേഷൻ ആയിരിക്കും. ഇവിടെ 1 ഡിഗ്രി ആണ്, ഫസ്റ്റ് ഒരു ഡിഗ്രി ഉള്ളൂ. അപ്പോൾ എന്താണ്, ഇതിന് 2 നോർമൽ ഇക്വേഷൻസ് ഉണ്ടായിരിക്കും. അതാണ് ഫസ്റ്റ് നോർമൽ ഇക്വേഷൻ സമ്മേഷൻ വൈ ഐ ഈക്വൽ ടു എൻ എ പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ ആയിരിക്കും. സെക്കൻഡ് നോർമൽ ഇക്വേഷൻ സമ്മേഷൻ എക്സ് ഐ വൈ ഐ ഈക്വൽ ടു എ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ. അപ്പോൾ ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എയും ബിയും കാൽക്കുലേറ്റ് ചെയ്യുന്നിട്ട് എയും ബിയും നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ഇട്ട് നമുക്ക് ബെസ്റ്റ് ഫിറ്റ് കിട്ടും. അപ്പോൾ ഈ നോർമൽ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കും, അതിന്റെ പ്രൂഫ് നമ്മൾ പറഞ്ഞു മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ വെച്ചാൽ ചെയ്യുന്നത്. പക്ഷേ നമ്മൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് ആണ് നമ്മുടെ ഇക്വേഷൻ. ആദ്യത്തെ നോർമൽ ഇക്വേഷൻ എന്താണ്, എല്ലായിടത്തും അങ്ങ് സമ്മേഷൻ നേരെ കൊടുക്കുക. ഇവിടെ സമ്മേഷൻ കൊടുക്കുമ്പോൾ സമ്മേഷൻ y വരും. ഇവിടെ എക്ക് സമ്മേഷൻ കൊടുക്കുമ്പോൾ വരും n ടൈംസ് എ വരുന്നത്, അപ്പം n ഇൻറ്റു എ വരും. ഇവിടെ ബി ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ വരും. ഓക്കെ, ദെൻ ഇതിലെന്ത് ചെയ്യുക, ആദ്യം ഇതിനെ എക്സ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ എന്ത് വരും, എക്സ് ഐ വൈ ഐ വരും. ഇവിടെ എ ഇൻറ്റു എക്സ് ഐ വരും. ഇവിടെ ബി ഇൻറ്റു എക്സ് ഐ സ്ക്വയർ വരും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ സമ്മേഷൻ കൊടുക്കുക. അതാണ് സമ്മേഷൻ എക്സ് ഐ വൈ ഐ ഈക്വൽ ടു എ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ. ഓക്കെ, ഈ നോർമൽ ഇക്വേഷൻ കിട്ടിയാൽ നമുക്ക് ഏതൊരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോൾവിങ് ഇക്വേഷൻ 2ഉം 3ഉം സോൾവ് ചെയ്ത് നമുക്ക് എയും ബിയും കിട്ടും. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1, ദെൻ വി ഗെറ്റ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ഫോർ ദി ഗിവൺ ഡാറ്റ. ഓക്കെ, ദെൻ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം, ഒരു സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ. ഫിറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ടു ദി ഫോളോവിങ് ഡാറ്റ. നമുക്ക് ഡാറ്റാസ് തന്നിട്ടുണ്ട്, എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസും വൈന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് തന്നിട്ടുണ്ട്. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 1 2 3 4 5, y ഈക്വൽ ടു 14 13 4 5 2 ആൻഡ് എസ്റ്റിമേറ്റ് ദി വാല്യൂ ഓഫ് y ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു 3.5. എക്സ് 3.5 ആകും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, സ്ട്രെയിറ്റ് ലൈന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് കണ്ടുപിടിക്കണം. അതിൽ എയും ബിയും കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷേ നമ്മളിവിടെ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ വെച്ചാണ് ചെയ്യേണ്ടത്, കാരണം കുറേ എറേഴ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ വെച്ച് കഴിയുമ്പോൾ നമുക്ക് നോർമൽ ഇക്വേഷൻ ആവശ്യമുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ്റെ നോർമൽ ഇക്വേഷൻസ് ആണ് എന്ത്, ഈ ഇക്വേഷൻ 2ഉം 3ഉം. അത് നമുക്ക് ആവശ്യമുണ്ട്. ആ ഇക്വേഷൻ 2ഉം 3ഉം നോക്കുക. ഇവിടെ സമ്മേഷൻ വൈ ഐ കണ്ടുപിടിക്കണം, സമ്മേഷൻ എക്സ് ഐ കണ്ടുപിടിക്കണം, സമ്മേഷൻ എക്സ് ഐ വൈ ഐ കണ്ടുപിടിക്കണം, സമ്മേഷൻ എക്സ് ഐ സ്കോർ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് എക്സ് ഐകൾ തന്നിട്ടുണ്ട്, വൈ ഐകൾ തന്നിട്ടുണ്ട്. അതിന് എന്ത് കണ്ടുപിടിക്കണം, ഇനി എക്സ് ഐ സ്കോറുകൾ കണ്ടുപിടിക്കണം, വൈ ഐ സ്കോറുകൾ കണ്ടുപിടിക്കണം, സമ്മേഷൻ എക്സ് ഐ വൈ ഐ കണ്ടുപിടിക്കണം. എന്നിട്ട് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഈ ഇക്വേഷനൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടേബിൾ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് കിട്ടൂലേ. എന്നിട്ട് ആ എ പ്ലസ് ബി എക്സിൽ എന്ത് ചെയ്യുക, എക്സിന് പകരം 3.5 കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് അതിന്റെ കറസ്പോണ്ടിങ് വൈക്കുള്ള വാല്യൂ എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താണ്, ഹിയർ n ഈക്വൽ ടു എത്രയാണ്, 5 ആണ്. വി ഹാവ് ദി നോർമൽ ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ദി സ്ട്രെയിറ്റ് ലൈൻ എന്താണ്, y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്ന ഇക്വേഷൻ സ്ട്രെയിറ്റ് ലൈൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമൽ ഇക്വേഷൻസ് എന്തൊക്കെയാണ്, സമ്മേഷൻ വൈ ഐ ഈക്വൽ ടു n ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ, സമ്മേഷൻ എക്സ് ഐ വൈ ഐ ഈക്വൽ ടു എ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ആണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യാം, സമ്മേഷൻ വൈ ഐയും സമ്മേഷൻ എക്സ് ഐകളും സമ്മേഷൻ എക്സ് ഐ വൈ ഐയും സമ്മേഷൻ എക്സ് ഐ സ്കോറും കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു ടേബിൾ ഫോം ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ ആവശ്യമുണ്ട്, എക്സ് ഐയും എക്സ് വൈ ഐയും എക്സ് ഐ സ്കോറും എക്സ് ഐ വൈ ഐയും കണ്ടുപിടിക്കണം. എക്സ് ഐകൾ നമ്മൾ ടേബിളിലേക്ക് മാറ്റുക, 1 2 3 4 5. വൈ ഐ എന്താണ്, 14 13 9 5 2 ആണ്. ഇതിന് എന്ത് ചെയ്യുക, എക്സ് ഐ സ്കോർ കണ്ടുപിടിക്കുക. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4,
4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25. ദെൻ എക്സ് ഐ വൈ ഐ കണ്ടുപിടിക്കുക. എക്സ് ഐ എന്ന് പറഞ്ഞാൽ ഇതാണ്, വൈ ഐ എന്ന് പറഞ്ഞാണ്. അപ്പോൾ എക്സ് ഐ വൈ ഐ തരും 1 into 14 equal to 14, 2 into 13 equal to 26, 3 into 9 equal to 27, 4 into 5 equal to 20, 5 into 2 equal to 10 വരും. ദെൻ സമ്മേഷൻ എക്സ് ഐ ഇതെല്ലാം കൂടി ആഡ് ചെയ്യാതെ സമ്മേഷൻ എക്സ് ഐ equal to 15 വരും, സമ്മേഷൻ വൈ ഐ equal to 43 വരും, സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ equal to 55 വരും, സമ്മേഷൻ എക്സ് ഐ വൈ ഐ equal to 97 വരും. ആ ഇക്വേഷനിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളായി നേരെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore the normal equation become എന്ത് വരും, 43 equal to 5a plus 15b, 97 equal to 15a plus 55b. അതിന് ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2 കൊടുക്കാം. ദെൻ എയും ബിയും കണ്ടെയ്ൻ ചെയ്യുന്ന രണ്ട് ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് എയും ബിയും സോൾവ് ചെയ്തെടുക്കണം അല്ലെ. എയും ബിയും കണ്ടുപിടിക്കണം. ആദ്യം എ നമ്മൾ അതിന് 0 ആക്കി കൊണ്ടുകൊടുക്കണം, എന്നിട്ട് ബി കാൽക്കുലേറ്റ് ചെയ്യാം. ബി കിട്ടിയാൽ ഇക്വേഷൻ നമ്പർ 1ൽ എന്ത് കൊടുക്കുക, ബിയുടെ വാല്യൂ കൊടുത്താൽ നമുക്ക് എ കിട്ടും. അതിനനുസരിച്ച് ഇക്വേഷൻ നമ്പർ 1ന് നമ്മൾ എന്ത് ചെയ്യുക, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ വി ഗെറ്റ് 129 equal to 15a plus 45b വരും. ദെൻ ഇക്വേഷൻ 2ഉം 3ഉം നോക്കുക. രണ്ടിലും എന്താണ്, 50a 50 ഉണ്ട്. ഇത് രണ്ട് മൈനസ് നമുക്ക് എന്ത് കിട്ടും, എ ക്യാൻസൽ ചെയ്ത് പോയിക്കോളും. ദെൻ ഇക്വേഷൻ നമ്പർ 3 നിന്ന് ഇക്വേഷൻ നമ്പർ 2 മൈനസ് നമുക്ക് എന്ത് കിട്ടും, 32 equal to 0 minus 10b വരും. ഓക്കെ, ദെൻ മൈനസ് 10b equal to 32 ആണ്. ദെൻ b equal to എന്ത് വരും, മൈനസ് 32/10 വരും. ദെൻ b equal to എന്ത് വരും, മൈനസ് 3.2 വരും. b equal to മൈനസ് 3.2 കിട്ടി. ദെൻ b equal to മൈനസ് 3.2 ആയത് ഇക്വേഷൻ നമ്പർ 1ൽ നമ്മൾ ഇട്ട് കൊടുത്താൽ നമുക്ക് a equal to കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് b equal to 3.2 അല്ല, മൈനസ് 3.2 കറക്റ്റ് ആണ്. മൈനസ് 3.2 ഇൻ ഇക്വേഷൻ നമ്പർ 1. ദെൻ വി ഗെറ്റ് 43 equal to 5a plus 15 into മൈനസ് 3.2 കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ വി ഗെറ്റ് 5a equal to എന്തൊരു 91 വരും. ദെൻ a equal to എന്തൊരു 91/5 വരും. ദാറ്റ്സ് ഈക്വൽ ടു 18.2 വരും. അപ്പോൾ എ ഈക്വൽ ടു 18.2ഉം ബി ഈക്വൽ ടു മൈനസ് 3.2 ആണ്. എയും ബിയും കിട്ടി. ദെൻ ഈക്വൽ ടു വൈ ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആ കർവ് ഈ തന്ന ഡാറ്റ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെസ്റ്റ് ഫിറ്റ് കിട്ടും. ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് ഈക്വൽ ടു 18.2 മൈനസ് 3.2 ഇൻറ്റു എക്സ് വരും. ഓക്കെ, വിച്ച് ഈസ് ദി ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ഫോർ ദി ഗിവൺ ഡാറ്റ. ദെൻ നമുക്ക് അതിലൊരു ക്വസ്റ്റ്യൻ കൂടി തന്നിട്ടുണ്ട്. എന്താണ്, എക്സ് ഇസ് ഈക്വൽ ടു 3.5 ആവുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇപ്പൊ കിട്ടിയിട്ടുള്ള ഇക്വേഷനിൽ എക്സിന് പകരം 3.5 കൊടുത്താൽ മതി. ദാറ്റ് ഈസ് വെൻ എക്സ് ഇസ് ഈക്വൽ 3.5 ദി എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് y ഈസ് y ഈക്വൽ ടു 18.2 മൈനസ് 3.2 ഇൻറ്റു 3.5. ദാറ്റ് ഈസ് കാൽക്കുലേറ്റ് നമുക്ക് എന്ത് കിട്ടും, 7 കിട്ടും. അപ്പം y ഈക്വൽ ടു 7 വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് എന്താണ്, 3.5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നെന്താ ഡിസ്കസ് ചെയ്ത് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്താന്ന് പറഞ്ഞു. കർവ് ഫിറ്റ് ആണെങ്കിൽ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ മസ്റ്റ് എന്ന് പറഞ്ഞു. കാരണം എന്താ, x1 y1 x2 y2 എക്സെട്ര xn y കുറച്ച് പോയിന്റ്സുകൾ തന്നിട്ട് നമ്മൾ ഗ്രാഫിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കുറേ എറേഴ്സ് വരും. ആ എറേഴ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ യൂസ് ചെയ്ത് നമ്മൾ പറഞ്ഞു. മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്താണ്, the errors between the square of errors between estimated value observed value നമ്മൾ errors എന്താക്കി മാറ്റുക, ലീസ്റ്റ് ആക്കി കൊണ്ടുവരാണ് നമ്മൾ ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്ത് നമ്മൾ പറഞ്ഞു. ദെൻ അത് വെച്ചിട്ട് നോർമൽ ഇക്വേഷൻസ് കണ്ടുപിടിച്ചു. ആ നോർമൽ ഇക്വേഷൻസ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, എയും ബിയും ആണ് കോൺസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് സോൾവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത കർവ് എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്. ഓക്കെ, അതിന്റെ നോർമൽ കർവ് നോർമൽ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിച്ച് നമ്മൾ പറഞ്ഞു. ഒക്കെ ഒരു എക്സാമ്പിൾ നമ്മൾ സോൾവ് ചെയ്തു. ദെൻ ബാക്കി നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഇനി പാരാബോള വരുന്നുണ്ട്, വേറെ ടൈപ്സ് ഓഫ് കർവ്സ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.